സ്നേഹമുള്ളവരെ, 107 സങ്കീർത്തനം 19-20 വചനങ്ങൾ ഇങ്ങനെയാണ്. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ജനം കഷ്ടത അനുഭവിക്കുന്നു. 2, അതുകൊണ്ട് അവർ നിലവിളിച്ച് കർത്താവിനോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ദൈവം ഇടപെടുകയാണ്. ഒന്ന്, ദൈവം ഞെരുക്കത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു. 2, വചനമയച്ച് സൗഖ്യം നൽകുന്നു. 3, വിനാശത്തിൽ നിന്ന് വിടുവിക്കുന്നു. കഷ്ടത അനുഭവിക്കുന്നതിൻ്റെയും കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെയും കർത്താവ് വചനമയച്ച് സൗഖ്യം നൽകുന്നതിൻ്റെയുമായ ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ പുതിയ നിയമത്തിലെ ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ശതാധിപൻ കർത്താവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്ന് തൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് വചനമയച്ച് അവനെ സുഖപ്പെടുത്തി. കർത്താവ് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ ആഗ്രഹിച്ചതുപോലെ ഭവിക്കട്ടെ. വചനം അയക്കുകയാണ്, നീ ആഗ്രഹിച്ച പോലെ ഭവിക്കട്ടെ. ആ വൃത്തിന് സുഖം കിട്ടി. പത്രോസിൻ്റെ വീട്ടിൽ യേശുവായിരുന്നപ്പോൾ പത്രോസിൻ്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. യേശു ആ സ്ത്രീയെ സുഖപ്പെടുത്തി. അത് കണ്ട് ജനം ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാ രോഗികളെയും യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി. കട്ടിലിൽ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്കിറങ്ങിയ മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് കട്ടിലെടുത്ത് വീട്ടിലേക്ക് പോവുക. അദ്ദേഹം വീട്ടിലേക്ക് പോയി. രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞു, മകളെ, ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൾക്ക് സൗഖ്യം കിട്ടി. 2 അന്ധന്മാർ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അവർക്ക് സൗഖ്യം കിട്ടി. കാനാൻകാരി സ്ത്രീ പിശാച് ബാധിച്ച കുട്ടിയുമായിട്ട് വന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ സിനഗോഗിൽ വെച്ച് ബഹളമുണ്ടാക്കിയപ്പോൾ കർത്താവ് പറഞ്ഞു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ടുപോവുക. പിശാച് വിട്ടുപോയി. അവൾ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും. അപ്പോൾ എന്താണ് ഈ നിലവിളിച്ച് പ്രാർത്ഥന? നിലവിളിച്ച് പ്രാർത്ഥന എന്ന് വെച്ചാൽ വലിയ ഭയം, വലിയ വേദന, വലിയ സങ്കടം എന്നിവ നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അത് ആ പ്രാർത്ഥനയുടെ ഏറ്റവും പരമമായ അവസ്ഥയാണ്. ഏറ്റവും നിസ്സഹായതയിൽ നിന്നുള്ള ഒരു വിളിയാണ്. അന്ധൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഒരിക്കലൊരു അമ്മ എന്നോട് പറഞ്ഞു, ഒരു രാത്രിയിൽ അവരുടെ കൊച്ചു മകൾക്ക് ശ്വാസം മുട്ടലായിരുന്നു. ഒരു രാത്രി അതങ്ങോട്ട് കൂടിയിട്ട് ശ്വാസം നിലച്ച പോലെയായി. ഒരാശുപത്രിയിൽ എത്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിട്ട് അവർക്ക് തോന്നി. അവർ പറയുകയാണ്, ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് ചാവറയച്ചനോട് ഒറ്റ നിലവിളിച്ച്, എൻ്റെ ചാവറയച്ച എൻ്റെ കൊച്ചിനെ സുഖപ്പെടുത്തണേ, ഒറ്റ നിലവിളിയായിരുന്നു. ആ സ്ത്രീ സാക്ഷ്യപ്പെടുത്തുക,
എൻ്റെ കൊച്ചിന് സൗഖ്യം കിട്ടി. അപ്പം നിലവിളിച്ച് പ്രാർത്ഥിക്കുക, അത് വലിയ സൗഖ്യത്തിൻ്റെ അടയാളമാണ്. ഏറ്റവും നിസ്സഹായതയിൽ വരുമ്പോഴാണ്, നിവൃത്തികേടിൻ്റെ പാരമ്യത്തിലാണ് മനുഷ്യൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അല്ലാത്തതൊക്കെ പ്രാർത്ഥനയാണ്. 147 സങ്കീർത്തനം 1 മുതൽ 7 വരെ വചനങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാതികൾ ചൊരിയുന്നു. എൻ്റെ ദുരിതങ്ങൾ അവിടുത്തെ മുമ്പിൽ നിരത്തുന്നു. ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല, ആരും എന്നെ പരിഗണിക്കുന്നില്ല. കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. അങ്ങ് ആണ് എൻ്റെ അഭയം. എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. എന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു. അതൊരു നിലവിളിയുടെ പ്രാർത്ഥനയാണ്. എന്താണ് നിലവിളിച്ച് പറഞ്ഞത്? അവിടുത്തെ സന്നിധിയിൽ എൻ്റെ ആവലാതികൾ ഞാൻ നിരത്തുന്നു. എൻ്റെ ദുരിതങ്ങൾ അവിടുത്തെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് വേറെ ഇല്ല, ആരും എന്നെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. ഒന്ന് കണ്ണുകൾ അടച്ചിരിക്കാം. നമുക്ക് അവിടെ തന്നെ ഒന്ന് കണ്ണുകൾ അടച്ചിരിക്കാം. ഒച്ചയൊന്നും ഉണ്ടാകാതെ നിശബ്ദതയിൽ നമുക്ക് കർത്താവിനോടൊന്ന് നിലവിളിക്കാം. എന്താണ്? അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാതികൾ ചൊരിയുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ചൊരിയാൻ നമുക്കെല്ലാവർക്കും ആവലാതികൾ ഒത്തിരിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറേ ആവലാതികളെല്ലാം നിശബ്ദതയിൽ ഇപ്പോൾ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ചൊരിയാം. വളരെ ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ മുമ്പിൽ ചൊരിയാം. കർത്താവ്, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാ ഞാൻ കടന്നു പോകുന്ന വഴികൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവലാതികൾ അവിടുത്തെ മുമ്പിൽ ചൊരിയാം. എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുമ്പിൽ നിരത്തുന്നു. പറയാം, കർത്താവേ, ഇതാ ഞാൻ എൻ്റെ ദുരിതങ്ങൾ അവിടുത്തെ മുമ്പിൽ നിരത്തുന്നു. എന്തുമാകാം എൻ്റെ ദുരിതം, അതിൻ്റെ കാരണങ്ങൾ എന്തുമാകാം. അവിടുത്തെ സന്നിധിയിൽ അത് നിരത്താം നമുക്ക്. കർത്താവെ, ആരും എന്നെ പരിഗണിക്കുന്നില്ല. എത്രയോ പേരുടെ വിഷമമാണ്, വേദനയാണത്. ജീവിത പങ്കാളി പരിഗണിക്കാത്തവർ, മാതാപിതാക്കൾ പരിഗണിക്കാത്തവർ, മക്കൾ പരിഗണിക്കാത്തവർ, സഹോദരങ്ങൾ പരിഗണിക്കാത്തവർ, ബന്ധുമിത്രാദികൾ പരിഗണിക്കാത്തവർ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് പരിഗണന കിട്ടാത്തവർ, ആരും എന്നെ പരിഗണിക്കുന്നില്ല. ആ വിഷമവും കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. എന്നിട്ട് നമുക്ക് പറയാം, കർത്താവേ, അങ്ങ് ആണ് എൻ്റെ അഭയം, അങ്ങാണ് എൻ്റെ അഭയം. അവിടുന്ന് എൻ്റെ നിലവിളി കേൾക്കണമേ. കർത്താവ് വചനം അയച്ചുകൊണ്ട് അനേകരെ സുഖപ്പെടുത്തി. ഓ കർത്താവേ, എൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാനായി അവിടുന്ന് ഇപ്പോൾ ഒരു വാക്ക് എനിക്ക് വേണ്ടി പറയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, നീ പറഞ്ഞാൽ എൻ്റെ രോഗങ്ങൾ മാറും. കർത്താവ്, നീ പറഞ്ഞാൽ എൻ്റെ പനി മാറും. നീ പറഞ്ഞാൽ തലവേദന മാറും. നീ പറഞ്ഞാൽ ട്യൂമർ മാറും. നീ പറഞ്ഞാൽ കണ്ണിൻ്റെ രോഗങ്ങൾ മാറും. നീ പറഞ്ഞാൽ ചെവിയുടെ രോഗങ്ങൾ മാറും. നീ പറഞ്ഞാൽ തൊണ്ടവേദന മാറും, തൊണ്ടയുടെ രോഗങ്ങൾ മാറും. നീ പറഞ്ഞാൽ കരൾ രോഗങ്ങൾ മാറും. നീ പറഞ്ഞാൽ ഹൃദ്രോഗം മാറും. നീ പറഞ്ഞാൽ വയറിൻ്റെ രോഗങ്ങൾ മാറും. നീ പറഞ്ഞാൽ കിഡ്നി രോഗങ്ങൾ മാറും. നീ പറഞ്ഞാൽ ക്യാൻസർ രോഗം മാറും. നീ പറഞ്ഞാൽ ത്വക്ക് രോഗം മാറും. നീ പറഞ്ഞാൽ അസ്ഥി രോഗം മാറും. നീ പറഞ്ഞാൽ ഞരമ്പ് രോഗങ്ങൾ മാറും. നീ പറഞ്ഞാൽ ശരീരത്തിലെ മുഴകൾ മാറും. നീ പറഞ്ഞാൽ എല്ലാ രോഗവും മാറും. കർത്താവേ, എൻ്റെ രോഗങ്ങളിൽ നിന്ന് എനിക്ക് സൗഖ്യം തരാനായി
നീ എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയണമേ. എന്തെന്നാൽ നീ പറഞ്ഞാൽ എൻ്റെ രോഗങ്ങൾ മാറും. കർത്താവ്, നീ പറഞ്ഞാൽ പിശാച് വിട്ടുപോകും. കർത്താവ്, എൻ്റെ പല രോഗങ്ങളുടെയും മനോരോഗങ്ങളുടെയും സാമ്പത്തിക തകർച്ചകളുടെയും കുടുംബ തകർച്ചകളുടെ ഒക്കെ പിന്നിൽ പൈശാചിക ബന്ധനങ്ങളാണ്. കർത്താവെ, ഞങ്ങളത് അറിയുന്നില്ല, ആരൊന്നും അറിയുന്നില്ല. പക്ഷേ അതിന് പിന്നിൽ പലപ്പോഴും പൈശാചിക ബന്ധനങ്ങളുണ്ട്. കർത്താവെ, ദുഷ്ടാരൂപികളെ വിലക്കിക്കൊണ്ട് നീ ഇപ്പോൾ ഒരു വാക്ക് കൽപ്പിക്കണമേ. പിശാചികളോട് വിട്ടുപോവുക എന്ന് നീ പറയണമേ. ഈശോയുടെ നാമത്തിൽ എല്ലാ പൈശാചിക ബന്ധനങ്ങളും വിട്ടുപോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നീ പറഞ്ഞാൽ സമാധാനം കിട്ടും. ഭയവും ഉത്കണ്ഠയും ആകുലതകളും എല്ലാ ടെൻഷനും വിട്ടുപോകും. കർത്താവെ, സമാധാനം കിട്ടുന്ന ഒരു വാക്ക് നീ പറയണമേ. കർത്താവ്, നീ പറഞ്ഞാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും. കർത്താവ്, നീ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടാകും. കർത്താവ്, നീ പറഞ്ഞാൽ കേസുകൾ തീരും. കർത്താവ്, നീ പറഞ്ഞാൽ സാമ്പത്തിക ബന്ധനങ്ങൾ തകരും. കർത്താവ്, നീ പറഞ്ഞാൽ വിവാഹ തടസ്സങ്ങൾ മാറും. കർത്താവ്, നീ പറഞ്ഞാൽ ജോലി തടസ്സങ്ങൾ മാറും. കർത്താവ്, നീ പറഞ്ഞാൽ കുടുംബം രക്ഷപ്പെടും. കർത്താവ്, നീ പറഞ്ഞാൽ എൻ്റെ ഭാവി രക്ഷപ്പെടും. കർത്താവ്, നീ പറഞ്ഞാൽ എൻ്റെ ദുശീലങ്ങൾ എന്നെ വിട്ടുപോകും. കർത്താവ്, നീ പറഞ്ഞാൽ എൻ്റെ മേലോ കുടുംബത്തിൻ്റെ മേലെയുള്ള ശാപബന്ധനങ്ങൾ വിട്ടുപോകും. കർത്താവ്, നീ പറഞ്ഞാൽ കലഹത്തിൻ്റെ ആത്മാവ് വിട്ടുപോകും. കർത്താവ്, നീ പറഞ്ഞാൽ ആത്മീയ ഉണർവുണ്ടാകും. കർത്താവ്, നീ പറഞ്ഞാൽ കൊടുങ്കാറ്റും തിരമാലകളും അടങ്ങും. കർത്താവ്, നീ പറഞ്ഞാൽ പഠന പരീക്ഷ ജോലി മേഖലയിലെ തടസ്സങ്ങൾ മാറിപ്പോകും. കർത്താവെ, നീ പറയുന്നതെല്ലാം സംഭവിക്കും. കർത്താവെ, ഞാൻ ഏറ്റു പറയുന്നു, നീ പറയുന്നതെല്ലാം സംഭവിക്കും. നീ പറയുന്നതെല്ലാം സംഭവിക്കും. കാരണം നീ സർവ്വത്തിൻ്റെയും അധിപനാണ്. നീ എല്ലാത്തിനുമേൽ അധികാരമുള്ളവനാണ്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സർവ്വതും നിന്റെ നാമത്തിൻ്റെ മുമ്പിൽ, നിന്റെ വചനത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുകയും മുട്ടുകൾ മടക്കുകയും ചെയ്യുന്നു. കർത്താവെ, അതുകൊണ്ട് നീ ഒരു വാക്ക് പറയണമേ. നീ ഒരു വാക്ക് പറയണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി വിളിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നിലവിളിച്ച് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നിസ്സഹായതയുടെ പാരമ്യത്തിൽ നിന്ന് എല്ലാ വഴിയും അടയുമ്പോൾ ഉണ്ടാകുന്ന വലിയ വേദനയോടും സങ്കടത്തോടും കൂടി ഉയർത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ഞാനൊരു അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ. രാത്രി കൊച്ചു ശ്വാസം വെട്ടി ആശുപത്രി പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരൊറ്റ നിലവിളിയാ, എൻ്റെ ചാവറയച്ചാ, എൻ്റെ കൊച്ചിനെ സുഖപ്പെടുത്തണമേ. നിലവിളി. ആ നിലവിളിക്ക് അപ്പോൾ തന്നെ മറുപടി കിട്ടി. ചാവറയച്ചനോട് നിലവിളിക്കുമ്പോൾ മറുപടി കിട്ടുമ്പോൾ കർത്താവായ യേശുവിനോട് വിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ എത്ര അധികമായി മറുപടി കിട്ടും. ഇവിടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ആരുടെ മുമ്പിൽ സർവ്വതം കീഴടങ്ങുന്നവോ ആ കർത്താവായ ഈശോയെ, അവിടുത്തെ നാമത്തിന് മുമ്പിൽ സർവ്വതം കീഴടങ്ങട്ടെ. സർവ്വതിന്മകളും സർവ്വരോഗങ്ങളും സർവ്വപ്രയാസങ്ങളും നിങ്ങൾ എടുത്തു പറഞ്ഞ എല്ലാ പ്രതിബന്ധങ്ങളും കീഴടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ദുഷ്ടാരൂപികൾ ബന്ധിക്കപ്പെടട്ടെ. പിശാചിന്റെ എല്ലാ കിണകളും തകർന്നു പോകട്ടെ. സാത്താന്റെ അടിമത്തം അവസാനിപ്പിക്കട്ടെ. കുടുംബത്തിന്റെ മേലുള്ള ശാപത്തിന്റെ പാപത്തിന്റെ അടിമത്തങ്ങൾ പൊട്ടിത്തകരട്ടെ. യേശുവിന്റെ രക്ഷ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. പുതിയ വഴികൾ കർത്താവ് കാണിച്ചു തരട്ടെ. യേശുവേ, രക്ഷിക്കണമേ. കർത്താവ് ഇവിടെ പറഞ്ഞതുപോലെ മറ്റാരുമില്ല. കർത്താവേ, ആശ്രയിക്കാൻ മറ്റാരുമില്ല. ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ മറ്റാരുമില്ല.
ഒരാശ്രയിക്കാൻ ആരുമില്ല. എന്നാൽ കർത്താവ് നീ ഉണ്ട്. നീ സർവശക്തനായ ദൈവം, സ്നേഹിക്കുന്ന ദൈവം, അത്ഭുതം ചെയ്യുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഓ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ നിലവിലൊരു ശബ്ദം നീ കേൾക്കണമേ. ഞങ്ങളുടെ നിലവിലൊരു ശബ്ദം നീ കേൾക്കണമേ. നിന്നെ നോക്കി ഒന്ന് നിലവിളിക്കാനായിട്ട് ഞങ്ങളുടെ ഹൃദയവും അധരവും തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയം തുറക്കട്ടെ, അധരം തുറക്കട്ടെ. ഹൃദയം തുറന്ന് ശബ്ദമുയർത്തി യേശുവേ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഒന്ന് നിലവിളിക്കട്ടെ. ഓ കർത്താവേ, വചനമയച്ച് എന്നെ രക്ഷിക്കണമേ. കർത്താവ്, നീ പറഞ്ഞാൽ അത് നടക്കും. നീ പറഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടും. നീ പറഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം കിട്ടും. നീ പറഞ്ഞാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും. നീ പറയുന്നതെല്ലാം സംഭവിക്കും. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ എഴുന്നള്ളും യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. ഭൂതങ്ങളൊഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുഴുവനും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ? പലതരം വന്ന് ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ ചലിപ്പിച്ച് പറയാമോ ഹല്ലേലൂയ?
സങ്കീർത്തന പുസ്തകത്തിൻ്റെ 37-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നല്ല വചനമല്ലേ? അടുത്തിരിക്കുന്ന ആളുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തൊക്കെ നോക്കി. എന്നിട്ട് ഈ വചനം ഒന്ന് ഈ മനുഷ്യന് ഈ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തരും. ഞാൻ പറഞ്ഞിട്ട് നമുക്കൊന്നിച്ച് പറയാം: കർത്താവിൽ ആനന്ദിക്കുക. അല്പം കൂടി സ്വരം വരുന്നത്: കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഒരിക്കൽ കൂടി: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഹല്ലേലൂയ പറയാമോ? പോരാ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ ചലിപ്പിച്ച ഹല്ലേലൂയ. ഫിലിപ്പ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തൊട്ടടുക്കൽ, നമ്മുടെ ഉള്ളിൽ സർവശക്തനായ കർത്താവ് കടന്നു വന്നിരിക്കുകയാണ്. 6-ാം തിരുവചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. 2 വചനം ഒന്ന് കൂട്ടി പറഞ്ഞു നോക്കി: കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. അടുത്തിരിക്കുന്ന ആളുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച മുഖത്ത് നോക്കി ഒന്ന് ലൈവായിട്ട് ഒന്ന് പറഞ്ഞേ: കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രിയപ്പെട്ടവരെ, അടുത്തെത്തിയ കർത്താവിൻ്റെ സ്നേഹവും സാമീപ്യവും ശക്തീകരണവുമെല്ലാം നമ്മളിൽ വെളിപ്പെട്ട് വരുന്നത് ദൈവ ആരാധനയിലാണ്. ദൈവ ആരാധനയിൽ ദൈവമഹത്വം നമ്മളിൽ നിറയും, നമ്മുടെ കുടുംബങ്ങളിൽ നിറയും, നമ്മുടെ ദേശങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളെല്ലാം ദൈവമഹത്വം നിറയാൻ സ്വർഗം ഇടവരുത്തും. 81-ാം സങ്കീർത്തനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ. യാക്കോബിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പിടുവിൻ. തപ്പുകൊട്ടിയും കിന്നരവും വീണയും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. അതിനെ ശ്രദ്ധിച്ചോ? നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ. യാക്കോബിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പിടുവിൻ. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവിടുത്തെ വാഴ്ത്തുവിൻ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഈ അത്ഭുതത്തിൻ്റെ രാത്രിയിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സമൂഹത്തോട് ചേർന്ന്, നമ്മുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന്, നമ്മുടെ ഓഫീസിൽ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം, അവിടെ ഇരുന്നു കൊണ്ട് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ മഹത്വം ഈ ആരാധനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങുന്ന അത്ഭുത നിമിഷത്തിലേക്ക് നാം കടന്നു വരികയാണ്. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവമഹത്വം ഇറങ്ങണമെങ്കിൽ നമ്മൾ നമ്മെ തന്നെ മറന്ന് ആരാധിക്കണം. 150-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം തിരുവചനം ഇങ്ങനെ പറയുന്നത്: നൃത്തമാടിയും തപ്പുകൊട്ടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. എങ്ങനെയാണ്? തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. 5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളമോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എല്ലാം മറന്ന് ഈ രാത്രിയിൽ സർവശക്തനായ കർത്താവിനെ ഞാനും നിങ്ങളും എല്ലാം മറന്ന് ആരാധിക്കുമ്പോൾ അതിശയകരമായ, ഇന്നേവരെ വെളിപ്പെടാത്ത ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ സമൂഹത്തിൽ കടന്നു വരാൻ സ്വർഗം ഇടവരുത്തും. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആരാധനയിൽ അത്ഭുതകരമായ വിടുതലുണ്ട്, ആരാധനയിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ട്, ആരാധനയിൽ അത്ഭുതകരമായ വാതിൽ തുറക്കുന്ന പ്രവൃത്തി ദൈവമായ കർത്താവ് ഈ രാത്രി ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരുപക്ഷേ ഈ ആരാധനയുടെ അടുക്കൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ, ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് നമുക്ക് അടക്കുമ്പോൾ ഒരുപക്ഷെ അടഞ്ഞ വാതിലുകൾ നമ്മുടെ മുമ്പിലുണ്ടാകാം. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ജീവിത അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. ധാരാളം പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും തുറക്കാത്ത ചില വാതിലുകൾ നമ്മുടെ മുമ്പിലുണ്ടാകാം. എന്നാൽ ചെങ്കടൽ വിഭജിച്ചവൻ, ഹാഗാറിൻ്റെ നിലവിളിക്ക് മുമ്പിൽ ഇറങ്ങി വന്നവൻ, തൻ്റെ പ്രവാചകനായ ഏലിയാനെ
കാക്കയിലൂടെ തീറ്റിപ്പോറ്റിയ ദൈവ പരിപാലന ഇന്ന് ഈ സമൂഹത്തിൽ, ഈ കുടുംബത്തിൽ, നിൻ്റെ വ്യക്തിത്വത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ആകയാലായിരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാം മറന്ന്, നമ്മുടെ സ്റ്റാറ്റസൊക്കെ ഒന്ന് മറന്ന്, ഞാൻ എന്തായിരിക്കുന്നോ, പൗലോസ് പറയുന്നു അത് ദൈവകൃപയാണ്. ഞാൻ നിങ്ങളും എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാണ്. ആ വചനം മാംസം ധരിക്കട്ടെ. ഈ രാത്രിയിൽ നന്നായി കരമുയർത്തി അല്പസമയം സ്വന്തമായി സ്തുതിച്ച് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുക. രണ്ട് കരവും സ്വർഗത്തോളം ഉയർത്തി, രണ്ട് കരം ഉയർത്തി ഒന്ന് സ്വന്തമായി സ്തുതിച്ച് ആരാധന 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 ആരാധന. വായി തുറന്ന് ആരാധിക്കാമോ? വായി തുറന്ന് സ്വരമുയർത്തി. പ്രഭാഷകൻ 35:10 പറയുന്നു, മനം തുറന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുക. മനം തുറന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുക. കരം നന്നായിട്ട് ഉയരട്ടെ. ആരാധന 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 കരമടിച്ച് സന്തോഷത്തോടെ ഇടതും വലതും നിൽക്കുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ച്. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാൽ വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. കരമുയർത്തി യേശുവേ എന്നൊന്ന് വായി തുറന്ന് വിളിക്കാമോ? ശക്തിയോടെ വിളിക്കട്ടെ. ദൈവശക്തി വയറട്ടെ. കരമടിച്ച് ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടൽ നേരെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ആമേൻ. ചെങ്കടൽ നേരെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. കരമുയർത്തി. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ.
യേശുവേ വായ് തുറന്ന് വിളിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, തിന്മ അകലട്ടെ, എല്ലാ ബന്ധനങ്ങൾ തകരട്ടെ. യേശുവിന്റെ അധികാരനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, 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 കരമടിച്ച് ആനന്ദിച്ച് ശക്തിയോടെ കാലുകളൊന്ന് മാറ്റി ചവിടുകയെ, കാലുകളൊന്ന് മാറ്റി ചവിടുക, ചലിച്ചുകൊണ്ട്. മരുഭൂമിയിലെ പൊയ്വെയിലിൽ നീ കരയുവതോ മനമേ, മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ. ഹാഗാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. ആമേൻ. ആകാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. കരമുയർത്തിയടിച്ച് വളരരുതേ മനമേ, ആകുലമോ അരുതേ, ആനന്ദിച്ച് പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. കരമുയർത്തി യേശുവിനെ വിളിക്കാമോ? വായ് തുറന്ന് വിളിച്ചാരാധിച്ച്, ശക്തിയോടെ ആരാധിച്ച്, കൃപയാൽ നിറയട്ടെ, വിടുതലാൽ നിറയട്ടെ, സൗഖ്യത്താൽ ജനം നിറയട്ടെ, അന്ധകാര ശക്തികൾ അകലട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ദൈവശക്തി പരിവർത്തിക്കട്ടെ, ദൈവശക്തി നിറയട്ടെ, ദൈവകൃപ നിറയുന്നു, ശക്തി നിറയുന്നു, ശക്തി നിറയുന്നു. ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. കരങ്ങളടിച്ച്, കരങ്ങളടിച്ച് ആനന്ദിച്ചെല്ലാം മറന്ന് കെരീത്തിന്റെ താഴ്വരയിൽ നീ വിശന്നിരുന്നോ മനമേ, കിരീടത്തിന്റെ താഴ്വരയിൽ നീ വിശന്നിടുന്നു മനമേ. ആകാശത്തിലെ പറവയിലൂടെ അപ്പം കൊണ്ടുതരും, ദൈവം വിളമ്പിത്തരും. ആകാശത്തിലെ പറവയിലൂടെ അപ്പം കൊണ്ടുതരുന്നു, ദൈവം വിളമ്പിത്തരും. കരമുയർത്തിയടിച്ച്, കരമുയർത്തിയടിച്ച്. ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക
കൃപ നിറയുന്നു, കൃപ നിറയുന്നു, വിടുതലുകൾ നിറയുന്നു, സൗഖ്യം നിറയുന്നു, ശക്തി നിറയുന്നു, ആത്മാവ് നിറയുന്നു. ദൈവമഹത്വം ഇറങ്ങുന്നു, ദൈവമഹത്വം നമ്മളിൽ നിറയുന്നു. ഒറ്റ വിളി വിളിക്കാം, യേശുവേ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോടടുപ്പിച്ച് മഹത്വത്തിന്റെ രാജാവ്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ, സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നവൻ വലിയ മഹത്വത്തോടെ നമ്മുടെ അടുക്കൽ, നമ്മുടെ മധ്യത്തിൽ, നാം ആയിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ, സാഹചര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആന്തരിക നേത്രങ്ങൾ തുറന്ന്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങേ കാണട്ടെ, ഞാൻ അങ്ങേ സ്നേഹിക്കട്ടെ. ദൈവമേ, ഓരോ വ്യക്തിയും പറയട്ടെ, ഉള്ള തുറന്ന് അവനെ സ്നേഹിക്കാം, അവനെ ആരാധിക്കാം. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഞെരുക്കത്തിൻ്റെയും രോഗാവസ്ഥയുടെയും ജീവിതയാത്രയിലെ മടുപ്പിൻ്റെ അനുഭവത്തിലാണോ? പ്രിയമുള്ളവരെ, കഠിനമായ സഹനത്തിൻ്റെ ഇടയിൽ പത്മോസ് ദ്വീപിൽ വെച്ച് മഹത്വത്തിൻ്റെ ദൈവത്തെ വിശുദ്ധ യോഹന്നാൻ ദർശിക്കുന്നു. വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം ഇങ്ങനെ തുടങ്ങുന്നു: കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ എൻ്റെ പിന്നിൽ നിന്ന് കാഹളത്തിൻ്റെ ഏതുപോലെയുള്ള വലിയൊരു സ്വരം ഞാൻ കേട്ടു. ആ സ്വരം എന്തെന്ന് തിരിച്ചറിയാൻ ഞാൻ പിറകോട്ട് തിരിഞ്ഞപ്പോൾ 7 സ്വർണ്ണദീപങ്ങളുടെ മധ്യേ ഇതാ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ വലിയ മഹത്വത്തോടെ. അവനെ കണ്ടപ്പോൾ ഞാൻ സാഷ്ടാംഗം വീണ് അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവൻ തൻ്റെ വലതുകരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു: യോഹന്നാൻ, ഭയപ്പെടേണ്ട, ഞാൻ ആദിയും അന്തവുമായവൻ, മഹത്വത്തിൻ്റെ രാജാവ്, നമ്മുടെ കർത്താവ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. അവൻ നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ഇടയിലുണ്ട്. വീണ്ടും അവനെ ആരാധിക്കാം, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താം, ചേർന്ന് ആരാധിക്കാം. പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. മാറത്ത് യേശുവേ. മലഹമാരോട് ചേർന്ന്
വിശുദ്ധരോട് ചേർന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാനോട് അവൻ അരുളിച്ചത്, യോഹന്നാൻ നീ ഭയപ്പെടേണ്ട, ജീവന്റെയും മരണത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കൈവശമുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ അടുക്കൽ അവൻ നമ്മുടെ കൂടെ നിൽക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ അവൻ്റെ സാന്നിധ്യം ഇതാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവനായി നമ്മുടെ ജീവിതത്തെ സ്നേഹത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് ചേർന്ന് നിൽക്കാം. നിന്റെ രൂപവും ഭാവവും കരങ്ങൾ നെഞ്ചോടടുപ്പിച്ച് എന്നിലായിടട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും എന്നിലായിടട്ടെ. നിന്റെ ആത്മശക്തി ദാഹത്തോടെ ഒരിക്കൽ കൂടി നിന്റെ രൂപവും ഭാവവും ആദ്യനും അന്ത്യനും ഇരു കരങ്ങളും ഉയർത്തി മാത്രമേ യേശുവേ. അവൻ നമ്മുടെ കൂടെയുണ്ട്. സ്തുതികൾ അവൻ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, യോഗ്യനേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി അന്ത്യനും അന്ത്യനും ആദ്യനും ആവർത്തിച്ച് അന്ത്യനും നീ മാത്രമേ യേശുവേ. രോഗികളെ അവൻ സുഖമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്തുതികൾ അവൻ നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുന്നു. യേശുവേ. കരങ്ങൾ ചലിപ്പിച്ച് ഹല്ലേലൂയ. അവൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഭാരങ്ങളെയും എല്ലാം സമർപ്പിച്ചു കൊള്ളുക. ഈ സമയങ്ങളിൽ അത്ഭുതകരമായ ഇടപെടൽ, അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ വഴി തുറക്കുന്നവൻ ഇതാ നിന്റെ മധ്യത്തിൽ, നിന്റെ കൂടെ, നിന്റെ കുടുംബത്തിൽ ചേർന്ന് ആരാധിക്കാം, സമർപ്പിച്ചു കൊടുക്കാം. ആരാധന കർത്താവേ, ആരാധന 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 ആരാധന. ഈശോ 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 ഈശോ. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട എൻ്റെ വേണ്ടേശുവേ. നിന്റെ ഗീതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. വേണ്ട നിന്റെ ഹിതത്തിൽ കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്നു. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. ദൈവമഹത്വം ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്തുതികൾക്കും ദൈവശക്തി നമ്മളിൽ നിറയുന്നു. പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആദ്യനും അന്ത്യനും ആദ്യനും അന്ത്യനും അന്ത്യനും നീ മാത്രം യേശു. മാത്രമേ യേശുവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തുതികൾക്കും
പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഇരുകരം പൂർണ്ണമായി ഉയർത്തി ഇരുകരങ്ങളും ഉയർത്തി ഇതാ വിടുതൽ തരുന്ന കർത്താവിന്റെ സാന്നിധ്യം, ശക്തി നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. രോഗികൾ എഴുന്നേൽക്കുന്നു, ക്ഷീണിതർ ശക്തിപ്പെടുന്നു, മടുപ്പുള്ളവരുടെ മടുപ്പുകൾ വിട്ടുമാറുന്നു. ദൈവ സാന്നിധ്യം നിറയുന്നു. വായ് തുറന്ന് വിളിക്കാമോ? അവന്റെ നാമത്തെ വിളിക്കാമോ? യേശുവേ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോ 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 ഈശോ. ആരാധന 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 ആരാധന. ഈശോ ആരാധന ആരാധന. ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ കരങ്ങൾ നെഞ്ചോടടുപ്പിച്ച് കണ്ണുകളടച്ച് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാൻ ഈശോയെ നന്ദി. കർത്താവെ തന്ന വിടുതലിനായി, സാന്നിധ്യത്തിനായി, സ്നേഹത്തിനായി നന്ദി. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോയെ. എല്ലാത്തിലും അധികമായി, എൻ്റെ ഇഷ്ടതങ്ങളെക്കാൾ അധികമായി, എൻ്റെ താല്പര്യങ്ങളെക്കാൾ അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. വലുതരം എത്തിയൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ശ്രമയത്തെ ഹല്ലേലൂയ. ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷമാണോ? സമൃദ്ധിയാണോ അതോ വരൾച്ചയാണോ? സമൃദ്ധിയാണോ? സമൃദ്ധിയുടെ നാളാണോ വരൾച്ചയുടെ നാളാണോ? ഏതാ? എന്താണ് സമൃദ്ധി? എന്താണ് വരൾച്ച? നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 5-ാം വാക്യം. നിയമാവർത്തനം 29-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. സാധാരണഗതിയിൽ നമ്മളൊരു പുതിയ വസ്ത്രം എടുത്തു കഴിഞ്ഞാൽ എത്ര നാളത് ഉപയോഗിക്കും? ഏകദേശം ഒരു പുതിയ വസ്ത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര നാളത്തേന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും? ഒരു 2 വർഷം, ഒരു 3 വർഷമൊക്കെ പോകുമായിരിക്കും അല്ലേ? ഒരു ചെരുപ്പെടുത്താലോ? ഒരു ചെരുപ്പെടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡഡ് ചെരുപ്പെടുത്താൽ പോലും അവർ പറയുന്നൊരു ലൈഫ് ടൈം ഉണ്ട്. അതിന് കൂടിപ്പോയാൽ ഒരു 2 വർഷം, അത് മാക്സിമമാണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ചെരുപ്പുകൾക്കും 1 വർഷത്തിൽ കൂടുതലൊന്നും ലൈഫ് കിട്ടാറില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളിടത്താണ് കർത്താവിൻ്റെ വചനം നിയമാവർത്തന പുസ്തകം പറയുന്നു, 40 വർഷം ദൈവം തൻ്റെ ജനത്തെ നയിച്ചത് വസ്ത്രങ്ങൾ കീറിപ്പോയി എന്നല്ല, വസ്ത്രം കീറിപ്പോകുകയോ ചെരുപ്പ് തേഞ്ഞില്ലാതാവുകയോ അല്ല സംഭവിച്ചത്. വസ്ത്രങ്ങൾ എന്ന് ദൈവം വചനം പറയുന്നില്ല. വസ്ത്രം കീറിപ്പോകുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തിട്ടില്ല. അതായത് ഈ 40 വർഷവും അവരുപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു വസ്ത്രവും ഒരു ചെരുപ്പുമാണ്. നമുക്കറിയാം,
ഈ 40 വർഷത്തെ അവരുടെ യാത്രകളും മരുഭൂമിയിൽ കൂടെ തന്നെയാണ് ഇസ്രായേൽ ജനം യാത്ര ചെയ്തത്. ആ യാത്രയിലായിരിക്കുമ്പോൾ തന്നെയാണ് അവർ ഈ വസ്ത്രം ധരിച്ചതും ഈ ചെരുപ്പ് ഉപയോഗിച്ചതും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സമൃദ്ധിയും എന്തായിരിക്കും വരൾച്ചയും? ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവർ കാനാൻ ദേശത്തായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്കൊരു രാജാവ് ഉണ്ടായിരിക്കുകയും ആ രാജഭരണത്തിൻ്റെ കീഴിലായിരിക്കുകയും ചെയ്തിരുന്ന സമയത്തല്ല അവരേറ്റവും അധികം സമൃദ്ധിയിലായിരുന്നത്. അതായത് അതുവരെ കേട്ടിട്ടില്ലാത്ത, അവരതുവരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ദൈവത്തിൻ്റെ വൻ പ്രവർത്തികളെല്ലാം അവർ അനുഭവിച്ചിരുന്ന കാലഘട്ടം അവരുടെ മരുഭൂമി അനുഭവങ്ങളുടെ നാളുകളിലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രവാസത്തിൻ്റെ നാളുകളിലായിരുന്നു. ഇതുവരെ അവർ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ചെങ്കടൽ പിളർത്തി. അതുവരെ ഒരു ചരിത്രകാരന്മാരും പറഞ്ഞോ കേട്ടോ അവർക്ക് അറിവില്ല അങ്ങനൊരു സംഭവം നടക്കുമെന്നുള്ളത്. അത് അവരവരുടെ മരുഭൂമി അനുഭവങ്ങളുടെ നടുക്ക് ആദ്യ കാലഘട്ടങ്ങൾ അവരനുഭവിച്ചു. അവർക്ക് ദാഹിച്ചു. വേണമെങ്കിൽ ഈ മരുഭൂമിയിൽ എവിടെയെങ്കിലും ഒരു അരുവി ദൈവത്തിന് ഒരുക്കാമായിരുന്നു. ഏതെങ്കിലും ഒരു കോർണറിൽ, ഏതെങ്കിലും ഒരു മൂലയിൽ ദൈവത്തിനൊരു അരുവി ഒരുക്കി വെച്ചിട്ട് നിങ്ങളവിടെ പോയി കുടിച്ചോളാൻ പറയാമായിരുന്നു ദൈവത്തിന്. പക്ഷേ ദൈവം അത് ചെയ്തില്ല. പകരം പാറ പൊട്ടിച്ച് ദൈവം അവർക്ക് ജലം കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വിശന്നു. ഉറപ്പായിട്ടും മരുഭൂമിയിലെ ഏതെങ്കിലും മരുപ്പച്ചയിൽ ദൈവത്തിന് ഭക്ഷണം ക്രമീകരിക്കാമായിരുന്നു. അത് ചെയ്യാമായിരുന്നൊരു കാര്യമായിരുന്നു. ഒരു മരുപ്പച്ചയിൽ കുറച്ച് ഭക്ഷണം ഒരുക്കി വെച്ചിട്ട് നിങ്ങളവിടെ പോയി കഴിച്ചോളാൻ ദൈവത്തിന് പറയാമായിരുന്നു. പക്ഷേ അന്നുവരെ രുചിച്ചിട്ടില്ലാത്ത, ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഭക്ഷണം ദൈവം അവർക്ക് കൊടുത്തു, മന്ന. അതിന് ശേഷവും ആരും കഴിച്ചിട്ടില്ല, അതിന് മുൻപും ആരും കഴിച്ചിട്ടില്ല. ഈ 40 വർഷവും ദൈവം അവരെ തീറ്റിപ്പോറ്റിയത് മന്ന കൊടുത്തായിരുന്നു. ഇടയ്ക്ക് അവർക്ക് ഇറച്ചി തിന്നാനായിട്ട് കൊതി തോന്നി. അവർക്ക് ഇറച്ചിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം. അതായത് അവർ പറഞ്ഞു, ഈജിപ്തിൽ ആ കഷ്ടപ്പാടിന് നടുവിലും അവർക്ക് ഇഷ്ടം പോലെ ഇറച്ചി ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ദൈവം അവർക്ക് സമൃദ്ധമായി കാടപക്ഷികളെ പൊഴിച്ചു കൊടുത്തു. അതായത് കാടപക്ഷികൾ വന്ന് വീഴുകയായിരുന്നു അവിടെ. അവർ തിന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൂക്കിൽ നിന്നും പുറത്ത് വരുന്നോടം വരെ കാടപക്ഷികളെ തിന്നു എന്നാണ് പറയുന്നത്. അത്രമേൽ സമൃദ്ധമായ ഭക്ഷണം, സമൃദ്ധമായ പരിപാലന മരുഭൂമിയുടെ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ചു. അതുമാത്രമല്ല, മരുഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കറിയാം, രാത്രി കാലഘട്ടങ്ങളിൽ ഇവരുടെ യാത്രകളിൽ ഇരുട്ടത്ത് ഇവർ തട്ടി വീണേക്കാം, അല്ലെങ്കിൽ മരുഭൂമിയിലുള്ള ക്ഷുദ്രജീവികളുടെ കടികളേറ്റേക്കാം. ദൈവം അവർ സുരക്ഷിതരായിരിക്കാൻ വേണ്ടി അഗ്നി തൂണ് നൽകി ദൈവം. രാത്രി വെട്ടം കൊടുക്കുന്നൊരു ദൈവം. പകല് ഈ കഠിന വെയിലിൻ്റെ ചൂട് താങ്ങാൻ പറ്റത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് മേഘത്തിൻ്റെ ഒരു തണൽ കൊടുത്തു ദൈവം. ശരിക്കും എത്രമാത്രം പരിപാലിക്കുന്നൊരു ദൈവം. ശരിക്കും ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പരിപാലന അനുഭവിച്ചത് കാനാൻ ദേശത്തായിരുന്നപ്പോഴാണോ മരുഭൂമിയിലായിരുന്നപ്പോഴായിരുന്നോ? ഏറ്റവും കൂടുതൽ അവർ ദൈവത്തിൻ്റെ പ്രവർത്തികൾ കണ്ടത് എവിടെ വെച്ചായിരുന്നു? കാരണം കാനാൻ ദേശത്ത് അവർ സമൃദ്ധിയുടെ നാളിൽ നിന്നപ്പോൾ, ഒരു രാജാവിൻ്റെ കീഴിലായിരുന്നപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ വൻ പ്രവർത്തികളും വൻ കാര്യങ്ങളും പലപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആരും കേൾക്കാത്ത, ആരും പറയാത്ത, ആരും ചെയ്യാത്ത വൻ പ്രവർത്തികൾ ദൈവം ചെയ്തു മരുഭൂമിയിൽ. കാരണം വചനം പറയുന്നു, ഞാൻ നിങ്ങളെ നയിച്ച, അവർക്ക് തോന്നിയതുപോലെ പോയതല്ല, അവർക്ക് തോന്നിയതുപോലെ ചെയ്ത കാര്യമല്ല മരുഭൂമിയിലുള്ള 40 വർഷം. ഞാൻ നിങ്ങളെ നയിച്ച 40 വർഷം, അതായത് ദൈവം നയിച്ച 40 വർഷവും അവർക്ക് ഒരു കുറവും ഉണ്ടാകുവാൻ, നമ്മൾ പറയുന്ന മരുഭൂമി അനുഭവങ്ങളിൽ ഒരു കുറവുണ്ടാകുവാനും ദൈവം ഇടവരുത്തിയില്ല. അപ്പോൾ ശരിക്കും എന്തായിരിക്കും സമൃദ്ധി, എന്തായിരിക്കും വരൾച്ച? ദൈവം കൂടെയുള്ളത് സമൃദ്ധി, ദൈവം കൂടെയില്ലാത്തത് വരൾച്ച. അതായത് മരുഭൂമിയിലാണെങ്കിലും കാനാനിലാണെങ്കിലും ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്ക് സമൃദ്ധി. മരുഭൂമിയിലാണെങ്കിലും കാനാനിലാണെങ്കിലും ദൈവം കൂടെയില്ലെങ്കിൽ അത് വരൾച്ച. അപ്പം നമ്മൾ ദാരിദ്ര്യത്തിലായിരിക്കുമ്പോൾ അത് സമൃദ്ധിയാണോ വരൾച്ചയാണോ? എന്തായിരിക്കും? നമുക്ക് ദാരിദ്ര്യമാണ്, സമൃദ്ധിയാണോ വരൾച്ചയാണോ?
നമ്മൾ വലിയ കടക്കണിയിലാണ് ഇരിക്കുന്നത്. അത് സമൃദ്ധിയാണോ വരൾച്ചയാണോ? നമ്മൾ സാമ്പത്തികമായിട്ട് അങ്ങ് തകർന്നടിഞ്ഞിരിക്കുവാണ്. അത് സമൃദ്ധിയാണോ വരൾച്ചയാണോ? എന്തായിരിക്കും? നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്നതിനല്ല പ്രസക്തി, ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതിനല്ല പ്രസക്തി. മറിച്ച് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ കൂടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനാണ് പ്രസക്തി. ഞാൻ ദരിദ്രനാണ്, എൻ്റെ കയ്യിൽ സമ്പത്തില്ല, പക്ഷേ എൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ എൻ്റെ ഈ ദാരിദ്ര്യത്തെ ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. ഞാൻ കടക്കണിയിൽപ്പെട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്, പക്ഷേ എൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ ഓക്കെ ഐ ക്യാൻ, എനിക്ക് പറ്റും. കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം എൻ്റെ സമൃദ്ധിയാണ്, ദൈവം എൻ്റെ സമ്പത്താണ്. എൻ്റെ ഈ അവസ്ഥയിൽ നിന്നും കരകയറുവാനുള്ള ശക്തി ദൈവം എനിക്ക് പ്രദാനം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സമൃദ്ധി. ഞാൻ രോഗിയായിരിക്കുകയാണ്. രോഗിയായിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണോ? എൻ്റെ രോഗാവസ്ഥയുടെ നാളുകളിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണോ? പൊതുവേ നമ്മുടെ സമൂഹം കരുതുന്നത് ഒരു വീട്ടിൽ ഒരാൾ രോഗിയായിരിക്കുമ്പോൾ, ഒരാൾ വയ്യാതിരിക്കുമ്പോൾ, ആ കുടുംബത്തിന് വലിയ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഭയങ്കര കഷ്ടകാലമാണല്ലോ, ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഭയങ്കര സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പൊതുവേ ആൾക്കാർ ചിന്തിക്കുന്ന അതാണ്. അവർക്ക് എന്തായിരിക്കും ഇങ്ങനെ വരാൻ കാരണം? അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത്രയും കഷ്ടത അനുഭവിക്കുന്നത്? ഈ കഷ്ടപ്പാടിൻ്റെ നാളുകളിലൂടെ എന്തുകൊണ്ടായിരിക്കും അവർ കടന്നു പോകാനുള്ള കാരണം എന്താണ് പൊതുവെ സമൂഹം വിലയിരുത്തുന്നത്. പക്ഷേ സഹനങ്ങൾ അനുവദിച്ചത്, സഹനത്തിൻ്റെ വഴികളിലൂടെ നയിക്കുന്നത് ദൈവമാണെങ്കിൽ, 40 വർഷം ഇസ്രായേൽ ജനതയെ ദൈവമാണ് നയിച്ചതെങ്കിൽ, ഈ സഹനത്തിൻ്റെ നാളുകളിലൂടെ നയിക്കുന്നത് ദൈവമാണെങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ സഹനത്തെ അതിജീവിക്കാനുള്ള ശക്തിയും ഈ സഹനത്തിൻ്റെ അപ്പുറത്ത് മുന്നേറാനുള്ള കൃപയും ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ രോഗാവസ്ഥയിലൂടെ കടന്നു പോയായിരുന്നു. എൻ്റെ സഹോദരൻ മരിച്ചിട്ട് ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനും ഈ സമാനമായ ഈ രോഗാവസ്ഥയുടെയൊക്കെ ഇതിലൂടെ കടന്നു പോയൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോഴും എനിക്കൊരു മനസ്സിൽ ഞാൻ ഒരു വിഷമവും ഒരു പേടിയും ഉണ്ടായിരുന്നത്, ഈ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഒരു പക്ഷേ ഞാൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുമോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം നമുക്ക് ചില എക്സ്ട്രീം പെയിനും എക്സ്ട്രീം വേദനകളിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ പിടുത്തം വിട്ടു പോകും. നമുക്ക് പറ്റാത്തൊരവസ്ഥ വരും. അതായത് ചില സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കടന്നുപോയ ചില സാഹചര്യങ്ങളുണ്ട്. അതായത് അത് ആരോടും പറയാൻ പറ്റുകയില്ല. നമ്മുടെ വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കുന്ന ചില സഹനങ്ങളും ചില വേദനകളും ചില ഞെരുക്കങ്ങളും ചില കഷ്ടപ്പാടുകൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന വ്യക്തിക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ചില സാഹചര്യങ്ങളും സമയങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെറീഡായ ഒരു കാര്യം, ഇതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തുമ്പോൾ ഞാൻ ദൈവത്തിൽ അകന്നു പോകുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഞാൻ അനുഭവിച്ചൊരു കാര്യം, നമ്മുടെ സഹനത്തിൻ്റെ വേദനയുടെയൊക്കെ എക്സ്ട്രീമിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മുടെ കൂടെ വന്നിരിക്കും. ദൈവം നമ്മളെ തൊട്ട് നമ്മളെ ആശ്വസിപ്പിക്കും. ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കും. നമ്മൾ പ്രാർത്ഥന ഒന്നും ചൊല്ലിയില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കരുതലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ബൈബിളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 പ്രാർത്ഥനാ രീതികളുണ്ട്. അതായത് 3 പേരുടെ ജീവിതങ്ങളിലെ പ്രാർത്ഥനയുടെ പ്രസൻറ്റേഷൻ ഉണ്ട്. അതായത് അവർ പ്രാർത്ഥിക്കുന്ന രീതികൾ എനിക്ക് എപ്പോഴും ഞാൻ ധ്യാനിക്കുന്ന ഒരു 3 പേരുണ്ട്. നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ പിടുത്തമിട്ടുള്ള പ്രാർത്ഥനയില്ല, നിലവിളിച്ചുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ള പ്രാർത്ഥിക്കുന്ന 3 പേരുടെ ജീവിതം ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കാരണം നമ്മളും അതുപോലുള്ള എക്സ്ട്രീം ലെവലിലൂടെ കടന്നു പോകാറുണ്ട്. ചില സമയങ്ങളിലെങ്കിലും നമുക്കൊക്കെ അങ്ങനെ എക്സ്ട്രീം ലെവലിലൂടെ പ്രാർത്ഥനകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതിലൊരാളാണ് സാമുവേൽ പ്രവാചകൻ്റെ അമ്മയായ ഹന്ന. ഹന്നയെക്കുറിച്ച് പറയുന്നത് ഒരു കുഞ്ഞില്ലാത്ത വിഷമിക്കുന്ന ഒരമ്മ. അതിൻ്റെ നാണക്കേടിലും അപമാനങ്ങളും കടന്ന് അതിൻ്റെ എക്സ്ട്രീം ലെവലിലെത്തി ആ അമ്മ ദേവാലയത്തിനകത്തിരുന്ന് ഇങ്ങനെ ചങ്ക് പൊട്ടി കരയുവാണ്. അതായത് കരഞ്ഞ് പ്രാർത്ഥന പുറത്ത് കേൾക്കുന്നില്ലെന്നാണ് തിരുവചനം പറയുന്നത്. അതായത് ഉള്ളിലാണ് ആ കരച്ചിലും പ്രാർത്ഥനയും, പുറത്തേക്ക് പ്രാർത്ഥന വരുന്നില്ല. അപ്പം പുറത്ത് കാണുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്നത് പ്രാർത്ഥനയായിട്ട് തോന്നുന്നില്ല. അത്രമേൽ
ആ നിശബ്ദമായി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരമ്മ, ആ അമ്മയുടെ പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവം സാമുവേൽ പ്രവാചകനെ പ്രദാനം ചെയ്യുന്നു. അതേപോലൊരു മറ്റൊരു പ്രാർത്ഥനയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എസെക്കിയ രാജാവിനെ കുറിച്ച് പറയുന്നത്. ഒരു രാജാവായിരിക്കെ എത്രമാത്രം എളിമപ്പെടാം എന്ന് കാണിച്ചു തരുന്നൊരു ഭാഗമാണ് എസെക്കിയേൽ രാജാവിൻ്റെ ഭാഗം. അതായത് പ്രവാചകനോട് ദൈവം പറയുന്നു, നീ രാജാവിനോട് പോയിട്ട് പറയുക, നിന്റെ ജീവിതം, നിന്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക, മരണം അടുത്തിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. രോഗാവസ്ഥയിലായിരിക്കുന്ന രാജാവിനോട് പ്രവാചകൻ പോയി പറയുന്നു. ആ നിമിഷം തന്നെ ഒരു രാജാവാണ് കാര്യം പോലും മറന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതായത് ഭിത്തിയോട് തിരിഞ്ഞു കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന രാജാവ്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും എക്സ്ട്രീമിലെത്തിയിട്ട് പിടുത്തമിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അതാണ് എസെക്കിയേൽ രാജാവിൻ്റെ പ്രാർത്ഥന. മറ്റൊരിടമാണ്, മൂന്നാമത്തൊരിടമാണ് ഹാഗാറിൻ്റെ പ്രാർത്ഥന. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഹാഗാർ ഗർഭം ധരിച്ചു കഴിയുമ്പോൾ, ഉദരത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഹാഗാറും സാറയും തമ്മിൽ ചെറിയ ചെറിയ ഫൈറ്റ്സ് ഉണ്ടാവും, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അവസാനം ഹാഗാറിനെ പറഞ്ഞു വിടാനായിട്ട് സാറ തീരുമാനിക്കുന്നു. ഹാഗാറിന് ലാസ്റ്റ് സാറയുടെ ഉപദ്രവം കാരണം ഈ ഉദരത്തിൽ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു ഭാഗം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ആ സ്ഥലത്ത് മരുഭൂമിയിലെത്തിയിട്ട് ബൈബിളിൽ പറയുന്ന വാക്ക് രോദനം എന്നാണ് പറയുന്നത്. രോദനം, അതായത് ഹാഗാറിൻ്റെ രോദനം ദൈവം കേട്ടു എന്നാണ് പറയുന്നത്. രോദനം എന്ന് പറയുന്നത് നമ്മൾ കരഞ്ഞ് എക്സ്ട്രീമായി, അതായത് ഒരു വയറിലൊരു കൊച്ചിനെയും വെച്ചുകൊണ്ട് ഒരു മരുഭൂമിയിൽ അലയുന്ന ഒരു അമ്മയുടെ രോദനം ജീവിക്കുന്ന ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ദൈവം അവിടെ വെച്ച് ദൂതനെ അയച്ച് ആ അമ്മയെയും കുഞ്ഞിനെയും അവരുടെ തലമുറയെയും ദൈവം അനുഗ്രഹിക്കുകയാണ്. അപ്പം സാറ പറയുന്നൊരു വാക്കുണ്ട്, അതായത് എന്നെ കാണുന്ന ദൈവത്തെ ഞാനും കണ്ടു. അതിന് പറയുന്നൊരു വാക്കായി എൽ റോയ്, എന്നെ കാണുന്ന ദൈവത്തെ ഞാനും കണ്ടു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനകൾ പലവിധങ്ങളുണ്ട്, പല രീതിയിലുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളും പല വിധങ്ങളാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ സഹനം മറ്റേ ആൾക്കല്ല, അത് വേറെ രീതിയിലാണ്. പക്ഷേ നമ്മൾ സഹനത്തിലാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ കൂടെ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുകയാണോ, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന അവസ്ഥയാണോ എന്നുള്ളതല്ല. ദൈവം നമ്മുടെ കൂടെയുണ്ടോ, ദൈവം നമ്മുടെ കൂടെ ഇല്ലയോ എന്നുള്ളതാണ് മാത്രമാണ് കാര്യം. കാരണം നമ്മൾ എത്രമാത്രം സാമ്പത്തികമായിട്ട് തകർന്നിരുന്നാലും ആ തകർച്ചയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. സാമ്പത്തിക മേഖലകളിൽ മാത്രമല്ല, ഏതവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും, ഏത് സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നതെങ്കിലും, നമ്മുടെ ദൈവത്തിന് ആ സാഹചര്യങ്ങളെ അതിജീവിച്ച് കൊണ്ടുവരുവാനായിട്ട് പ്രാപ്തരാക്കാൻ സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം ഈ സമയങ്ങളിൽ. കണ്ണുകൾ അടയ്ക്കാം. നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് ഈ സമയങ്ങളിലൊന്ന് ധ്യാനിക്കാം. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും, ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. ഈശോ നമ്മളോട് പറയുന്നു, ഈ കാലമത്രയും, ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ ഇരിക്കുമ്പോഴും ഈ കാലമത്രയും നമ്മളെ നയിച്ചത് നമ്മുടെ ദൈവമാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും ദൈവമാണ് നമ്മളെ നയിച്ചത്. സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ദൈവം തന്നെയാണ് നമ്മളെ നയിച്ചത്. ആമേൻ. നമുക്ക് വിശ്വസിക്കാം അത്. ഇനി ഈ നിമിഷം നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും, ഈ നിമിഷം ഏത് സാഹചര്യങ്ങളുടെ മാനസികാവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, നമ്മുടെ ദൈവത്തിന് അവിടെ നിന്ന് നമ്മൾ ഉയർത്താനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും. കാരണം ദൈവമാണ് നമ്മുടെ സമൃദ്ധി, ദൈവമാണ് നമ്മുടെ ബലം, ദൈവമാണ് നമ്മുടെ കരുത്ത്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് എന്നെ ഉയർത്താൻ കഴിവുള്ള,
എന്നെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള, എന്നെ ബലപ്പെടുത്താൻ കഴിവുള്ള ജീവിക്കുന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. 1-2 വർഷമല്ല, 40 വർഷങ്ങൾ. ശരിക്കും അവർ ഏറ്റവും കൂടുതൽ ദൈവിക പ്രവർത്തികൾ അനുഭവിച്ചത് ആ മരുഭൂമി നാളുകളിലായിരുന്നു. കാരണം അവർക്ക് ആവശ്യമായതെല്ലാം കൊടുത്തത് ദൈവമായിരുന്നു ആ നാളുകളിൽ. ആമേൻ. അതുകൊണ്ട് ഈ സഹനത്തിൻ്റെ നാളുകളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നയിക്കും നിങ്ങളെ. നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ ദൈവം ഉറപ്പായിട്ടും നിങ്ങളെ നയിക്കും. മനുഷ്യർ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ നിന്ന് വിളിച്ചാലും ദുരിതത്തിൻ്റെ കാലങ്ങളിൽ നിന്ന് കരുതിയാലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നയിക്കും. ചെറിയ രീതിയിലല്ല, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും ഉയർന്ന രീതിയിൽ ദൈവം നമ്മളെ നയിക്കും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിനോടാണ്, സർവശക്തനായ ദൈവത്തോടാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഉയർത്താം ദൈവസന്നിധിയിലേക്ക്. നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ഈ സമയങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണമായിട്ടും സമർപ്പിക്കാം, ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് പറയാം, ഈശോയെ ഞങ്ങളെ നയിക്കണമേ ദൈവമേ. അവിടുന്ന് ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ തൻ്റെ ജനത്തെ എങ്ങനെ ദൈവം നടത്തിയോ, എങ്ങനെ ദൈവം സമൃദ്ധമായി നടത്തിയോ, അതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെ നയിക്കണമേ, നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 കർത്താവിന്റെ മുമ്പിൽ നിലവിളിക്കാൻ നമുക്ക്. നിന്റെ കണ്ണുനീർ കർത്താവ് കാണട്ടെ. രോഗത്തെ കുറിച്ച്, തകർച്ചകളെ കുറിച്ച്, വീടുകളെ കുറിച്ച്, മക്കളെ കുറിച്ചുള്ള നമ്പരങ്ങൾ, നിലവിളി ഈശോ കാണട്ടെ, ഈശോ കേൾക്കട്ടെ. തിരുസന്നിധിയിലേക്ക് എല്ലാ വേദനകളെയും സമർപ്പിക്കുന്നു. കർത്താവിനെ വിളിക്കുന്ന കുടുംബത്തിലേക്ക്, ഈശോയെ വിളിക്കുന്ന ജീവിതത്തിലേക്ക്, ഈശോയെ വിളിക്കുന്ന തലമുറയിലേക്ക്. നിന്റെ ദൈവം ഇന്നും ജീവിക്കുന്ന കർത്താവ്, സർവശക്തനായ ദൈവം, സർവ്വാധിപനായ ദൈവം, അത്യുന്നതനായ കർത്താവ്. ആ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ഇവിടെ വെച്ച് പ്രവർത്തിക്കും, അത്ഭുതങ്ങൾ ചെയ്യും, നിന്നെ സുഖപ്പെടുത്തും, നിന്റെ പ്രാർത്ഥന കേൾക്കും. 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കാം, 2 കരങ്ങളിലും തിരുസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നിലവിളിയോടെ പ്രാർത്ഥിക്കാം. ഈശോ, എന്റെ ഈശോ, എന്റെ യേശുവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഭവനത്തിലേക്ക്, ഭവനത്തിലേക്ക് ഈശോയെ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വ്യക്തി ജീവിതത്തിലേക്ക് ഈശോ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വേദനകളിലേക്ക് ഈശോ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞു, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോ, നിലവിളിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, സ്വരമുയർത്തി പ്രാർത്ഥിക്കാം. ഈശോ,
കർത്താവ് ഈ രാത്രിയിൽ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക ഭവനങ്ങളിൽ ഈ രാത്രിയിൽ ഈശോ സന്ദർശിച്ച കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് ദർശനം നൽകുന്നു. ആരാധിക്കുക കർത്താവിനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകരുടെ കണ്ണുനീർ ഈശോ തുടച്ചു മാറ്റുന്നതായിട്ട് കാണിച്ചു തരുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അലർച്ചി രോഗം മൂലം ഭാരപ്പെടുന്ന 15ഓളം ജീവിതങ്ങളെ കർത്താവ് സൗഖ്യത്തിലേക്ക് നയിക്കുന്നതായിട്ട് വെളിപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശത്തുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് അവിടെ ജോലി സ്ഥിരതയും നൽകി മക്കളെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതായിട്ട് കർത്താവ് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം, നിലവിളിച്ച് പ്രാർത്ഥിക്കാം, ആഗ്രഹങ്ങൾ സമർപ്പിക്കാം, പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ഈശോ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന സമയമാണ്, നിന്റെ കണ്ണുനീരൊപ്പുന്ന സമയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഴത്തുള്ളി വീഴുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ചില കുടുംബങ്ങളിൽ വീണുകൊണ്ടിരിക്കുന്നതായിട്ട് ഈ സമയങ്ങളിൽ ആത്മാവിൽ വെളിപ്പെടുന്നു. ഇയർ ബാലൻസിംഗിലൂടെ വേദനിക്കുന്ന 7ഓളം വ്യക്തികൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. തലച്ചോറിൽ ട്യൂമർ വളരുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ രാത്രിയിൽ സുഖപ്പെടുന്നതായിട്ട് ആത്മാവിൽ വെളിപ്പെടുന്നു. മക്കളെ കുറിച്ചുള്ള കണ്ണുനീർ തുടച്ചു മാറ്റി ചില മാതാപിതാക്കളെ ഈശോ അനുഗ്രഹിച്ച് ഉയർത്തുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഈശോ ജെസ്സി, മോളി, മേരിക്കുട്ടി ഇങ്ങനെ പേരുകളുള്ള വ്യക്തികളെ പ്രത്യേകമായി കർത്താവ് ഈ രാത്രി സന്ദർശിക്കുന്നതായിട്ട് ആത്മാവിൽ വെളിപ്പെടുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത നിരവധി ദമ്പതികളെ ഈ രാത്രി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഈശോ പ്രാർത്ഥിക്കാം. ആത്മഹത്യാ ചിന്തയിൽ ഇരിക്കുന്ന 4 കുടുംബങ്ങളിൽ ദൈവദൂതന്മാർ ഇറങ്ങി ആ പീഡയിൽ നിന്ന് അവരെ ഈ രാത്രി വിമോചിപ്പിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലുള്ള ചില ക്രമക്കേടുകളിലേക്ക് കർത്താവ് കടന്നു വന്ന് ദാമ്പത്യ ജീവിതത്തെ ആശ്രവദിച്ച് അനുഗ്രഹിക്കുന്നതാണ് കാണിച്ചു തരുന്നു. തലയുടെ പുറകിൽ ശക്തമായ വേദന 6 മാസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 25ഓളം വ്യക്തികളെ കർത്താവ് ഈ രാത്രി സൗഖ്യത്തിലേക്ക് നയിക്കുന്നതായിട്ട് ഹൃദയത്തെ ശാന്തമാക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. കർത്താവേ, അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് സുഖപ്പെടുന്നതിന് നന്ദി പറയുന്നു. ഹൃദയഭാരം എടുത്തു മാറ്റുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, കണ്ണുകൾക്ക് കാഴ്ച ശക്തി തിരിച്ചു നൽകി സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, കേൾവി കുറഞ്ഞുകൊണ്ടിരുന്ന കാതുകൾക്ക് കേൾവി നൽകിയതിനെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ക്യാൻസർ രോഗികളെ രാത്രി അവിടുന്ന് സൗഖ്യപ്പെടുത്താൻ തിരുവള്ളമായതിനെ പ്രതി നന്ദി പറയുന്നു. ആരാധന 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 ആരാധന. പ്രിയപ്പെട്ട കർത്താവ് ഇങ്ങനെ സന്ദേശം നൽകുന്നുണ്ട്. ടിവിയുടെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വീട്ടിൽ കിടക്കുന്ന കിടപ്പ് രോഗിയായ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ രാത്രിയിൽ ഇപ്പോൾ ക്യാൻസർ രോഗിയായി വീട്ടിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ വെക്കുക. വീട്ടിൽ മറ്റുള്ളവർ ആ കിടപ്പ് രോഗിയായ ക്യാൻസർ രോഗിയായ ആ വ്യക്തിയെ അപ്പനോ അമ്മയോ മക്കളോ ആരുമായിക്കൊള്ളട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ആ സൗഖ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ ആ വ്യക്തിയുടെ മേൽ വെച്ച് ഷാലോമിനോട് ചേർന്ന്, ഷാലോം നൈറ്റ് വിജിലോട് ചേർന്ന് ആ വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭവനങ്ങളിൽ
കിടപ്പ് രോഗിയെ കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച, ഉറക്കം നഷ്ടപ്പെട്ട, വേദനകളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ രാത്രിയിൽ കർത്താവെ അവിടുത്തെ മുറിവേറ്റ കരങ്ങൾ വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ക്യാൻസർ രോഗികൾ ഈ രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. രോഗപീഠകളോട് യേശു നാമത്തിൽ ശാസിക്കുന്നു, കൽപ്പിക്കുന്നു, വിട്ടുപോവുക. യേശു നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. യേശു നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ശാന്തമായി ഉറക്കം ലഭിക്കട്ടെ. വേദന നീങ്ങിപ്പോകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. യേശു നാമത്തിൽ, യേശു നാമത്തിൽ, യേശു നാമത്തിൽ, യേശു നാമത്തിൽ, യേശു നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ശാന്തമായിട്ടിരിക്കാം.